ആരാധകർ ഒരുപാട് കാത്തിരിക്കേണ്ട, മെസ്സി വരില്ല. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ശബരിമലയിൽ നിന്ന് കളവ് പോയ സ്വർണം ബെല്ലാരിയിലെ റോഥം ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘം. തനിക്ക് പല കാര്യങ്ങളും അറിയാമെന്ന് ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ന്യൂസ് 18നോട്. ബംഗളൂരു ശ്രീരാംപുരയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലും SITയുടെ പരിശോധന. സ്വർണം കണ്ടെത്തിയതിൽ സന്തോഷമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ശബരിമല സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെ പങ്ക് കണ്ടെത്തിയിട്ടുണ്ടെന്ന് BJP. അന്വേഷിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ. കനത്ത മഴയെ അവഗണിച്ചും സെക്രട്ടേറിയറ്റ് വളഞ്ഞ് BJP പ്രവർത്തകരുടെ രാപ്പകൽ സമരം തുടരുന്നു. മെസ്സി ആരാധകരുടെ കാത്തിരിപ്പ് വെറുതെയായി. ഫുട്ബോൾ മിശിക കേരളത്തിലേക്ക് വരില്ല. ഫിഫയുടെ അനുമതിയില്ല എന്ന് സ്ഥിരീകരിച്ച സ്പോൺസർ ആൻഡ്രോ അഗസ്റ്റിൻ. പഴി മാധ്യമങ്ങൾക്ക്. ഫിഫ വിൻഡോ നമുക്ക് അനുവദിച്ച് തന്നത് ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അപ്രൂവൽ തരാമെന്ന് ധാരണയുള്ളതുകൊണ്ടാണ് അവർ അനുവദിച്ച് തന്നത്. അതുകൊണ്ടാണ് അത് അപ്രൂവൽ കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയാൻ കാരണം. കളി മുടക്കാൻ നാട്ടിലെ ചിലർ ഫിഫയ്ക്ക് ഇമെയിൽ അയച്ചെന്ന് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. സ്റ്റേഡിയമില്ല എന്ന മുടന്ത ന്യായം പറഞ്ഞ് മുഖം രക്ഷിക്കാൻ ശ്രമം. PM ശ്രീയിലിടഞ്ഞ CPIയെ അനുനയിപ്പിക്കാൻ CPM. നേതൃതലത്തിൽ ഒത്തുതീർപ്പിലേക്ക് സൂചന. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന് ഉറപ്പ് നൽകി പ്രശ്നം തീർക്കാൻ നീക്കം. CPI പാർട്ടി ആസ്ഥാനത്ത് സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ചെന്ന് കണ്ട് മന്ത്രി V ശിവൻകുട്ടി. നാലര വർഷത്തിന് ശേഷം ആലപ്പുഴയിലെ സർക്കാർ പരിപാടിയുടെ പോസ്റ്ററിൽ മുൻമന്ത്രി G സുധാകരന്റെ ചിത്രം. തോട്ടപ്പള്ളി നാൽച്ചിറ പാലം ഉദ്ഘാടന പോസ്റ്ററിൽ സുധാകരന്റെ ചിത്രം ഉൾപ്പെടുത്തിയത് ആലപ്പുഴ CPM രാഷ്ട്രീയത്തിൽ നിർണായകം. പാലം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി. കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ പ്രവചനങ്ങൾ. പലയിടത്തും നാശനഷ്ടങ്ങൾ. തിരുവനന്തപുരം വെമ്പായത്ത് MC റോഡിൽ മരം വീണു. മണ്ണിടിഞ്ഞ് അരുവിക്കരയിൽ വീട് തകർന്നു. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും. നെയ്യാർ ഡാം തുറന്നു. ചുഴലിക്കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 150 സ്വർണ്ണ മെഡലുമായി സംസ്ഥാന സ്കൂൾ കായികമേള കിരീടത്തിലേക്ക്. തിരുവനന്തപുരത്തിന്റെ ജൈത്രയാത്ര. രണ്ടാമത് തൃശൂർ, മൂന്നാമത് മലപ്പുറം, പാലക്കാട് ഇഞ്ചോടിഞ്ച്. ട്രാക്കിലും ഫീൽഡിലും ആശങ്കയായി മഴ. നോക്കാം വാർത്തകളിലേക്ക് വിശദമായി. ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിൽ തനിക്ക് ചിലതൊക്കെ അറിയാമെന്ന് ബെല്ലാരിയിൽ സ്വർണം കണ്ടെത്തിയ ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധൻ ന്യൂസ് 18നോട്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിക്കുമെന്നും ഗോവർദ്ധൻ പറഞ്ഞു. Actually, I am a donor for Shabarimala for main Sri Kovil door, sir. From past 30-35 years, I am going for visiting Shabarimala. I am an Ayyappa devotee. By wholeheartedly, I am a Ayyappa devotee. This is the thing, sir. SIT called me for taking a statement regarding this one. So I gave the statement in Trivandrum in SIT office last week, and yesterday also they came to Bellary. They investigated. They took some documents. I fully supported for them. This is the main thing. I fully supported it because this matter is in the court. Right now I can't tell anything. More details I can't tell. I fully supported for the SIT. My wholeheartedly I am telling that I have not done anything wrong. I will never do wrong things. They asked so many things regarding the Dwarapalaka and what information I have provided all the information with documents I have provided to SIT. Today this case is in SIT and it is in the court, but I am not supposed to tell more details regarding this one. I think next week or in another 15 days, all the reports the investigation will be completed and all the reports will be submitted in the courts. From past 35 years, I am Ayyappa. My Ayyappa, my shop, my house. This is my life. My shop, my house, and Ayyappa. This is my life. This was my lifetime opportunity. I thought that this from so many crore people go to Ayyappa Darshan. So many crore people are there for Ayyappa devotees. Among them, Ayyappa selected me to do this work. So I thought like that, and I have donated the door. Not only door, sir. From past 35 years, every year, whatever
whatever I get opportunity, we have done so many donations. Door is a single one, sir. Apart from this, I have done so many things. All the details with documents, everything with photographs, everything I provided to SITC. കർണാടകത്തിലെ ബെല്ലാരിയിൽ ഗോവർദ്ധന്റെ ഉടമസ്ഥതയിലുള്ള റോഥം ജുവൽസിൽ നിന്നാണ് ശബരിമലയിൽ നിന്ന് കളവ് പോയതെന്ന് പറയുന്ന സ്വർണം കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഗോവർദ്ധന് സ്വർണം വിറ്റത്. ജ്വല്ലറിയിലും ബംഗളൂരു ശ്രീരാംപുരയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലും SIT റെയ്ഡ് നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഉന്നതർക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷണത്തിൽ കണ്ടെത്തണമെന്നും PS പ്രശാന്ത് പറഞ്ഞു. എന്താണോ ഞങ്ങളുടെ അഭിപ്രായമായി പറയാനുള്ളത് സ്റ്റാൻഡിംഗ് കൗൺസിലോട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ഞങ്ങൾ അനുസരിക്കും. മികച്ച രീതിയിലാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരികെ കിട്ടും, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എന്നെ കണക്ട് ചെയ്യാനുള്ള ഒരു കിട്ടില്ല. കാരണം കിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉത്തരവ് അത് ഇത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കണക്ട് ചെയ്യണ്ട, അത് നടക്കൂല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 4 ഉത്തരവുകൾ, ഈ ബോർഡ് ആദ്യം ഇറക്കിയ ഉത്തരവ്, ആദ്യത്തെ ഉത്തരവ് എന്താ, നിങ്ങളെല്ലാം കയ്യിലുണ്ട്, അയ്യപ്പ ഭക്തന്മാരുടെ സ്പോൺസർഷിപ്പിൽ നിന്നാണ്. പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശ വരുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മട്ടിലേക്ക് വരുന്നത്. അവിടെ മുതൽ ഏറ്റവും ഒടുവിൽ റജിലാലിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. 4 ഉത്തരവിലും ഒരു സംശയമില്ല, ഒരേ പാറ്റേണിലും ഒരേ രീതിയിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനൻ കഴിഞ്ഞ ആഴ്ച ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനായതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ബെല്ലാരിയിലെത്തി പ്രത്യേക അന്വേഷണ സംഘം ജ്വല്ലറിയിൽ പരിശോധന നടത്തിയത്. ആ പരിശോധനയ്ക്കിടയിലാണ് ഏതാണ്ട് 400 ഗ്രാമിലധികം സ്വർണം ഈ സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. അതേസമയം താൻ ഒരു തരത്തിലും ആരെയും കബളിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നും കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി തുടർച്ചയായി ശബരിമലയിൽ വന്നു പോകാറുണ്ടെന്നും താനും ഒരു വലിയ അയ്യപ്പ ഭക്തനാണെന്നും ശബരിമലയ്ക്ക് തന്നാലാവുന്ന സംഭാവനകൾ പലപ്പോഴായി നൽകിയിട്ടുണ്ട് എന്നുമായിരുന്നു ന്യൂസ് 18നോട് ഗോവർദ്ധനൻ നടത്തിയ പ്രതികരണം. ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന്റെ ഭാഗമായി ഗോവർദ്ധനുമായി വീണ്ടും അന്വേഷണ സംഘം വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. അതേസമയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ പരസ്യമായ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഗോവർദ്ധന് ഇത് ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണമാണെന്ന് മനസ്സിലാക്കിയാണോ അത് സ്വീകരിച്ചത് എന്ന കാര്യത്തിലടക്കം അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് ഈ സ്വർണം കൈമാറിയത് എന്നാണ് വിവരം. അതേസമയം ഗോവർദ്ധനെ പലപ്പോഴായി ഉണ്ണികൃഷ്ണൻ പോറ്റി കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന സൂചന നൽകുന്ന മൊഴി ഇദ്ദേഹം അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതായാണ് വിവരം. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരുന്നു ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധമെന്ന് അറിയാനുള്ള നീക്കവും SITയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതേസമയം തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ ഗോവർദ്ധനുമായോ ഒന്നും മറ്റൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നായിരുന്നു PS പ്രശാന്ത് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അന്വേഷണവുമായി പൂർണ്ണമായി തന്നെ സഹകരിക്കും. തുടർ നീക്കങ്ങൾ അന്വേഷണ സംഘം ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നാലും ബോർഡ് അതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരാഴ്ച മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇനി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ടാകുക. അതിന് മുൻപ് തന്നെ ഈ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ശബരിമല സന്നിധാനത്തുൾപ്പെടെ അടിയന്തരമായി ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി പോറ്റിയെ എത്തിക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അന്വേഷണം അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ സൂചന നൽകിക്കൊണ്ടാണ് ബെല്ലാരിയിൽ നിന്നുൾപ്പെടെയുള്ള ഈ സ്വർണം പിടിച്ചെടുക്കുന്ന നടപടികളിലേക്ക് SIT കടന്നിരിക്കുന്നത്. അതിനിടെ ബംഗളൂരുവിലെ ശ്രീറാംപൂരിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയ്ക്കിടെ അവിടെ നിന്ന് ചില രേഖകളും വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെത്തിയതിൽ സന്തോഷമെന്ന് മന്ത്രി BN വാസവന്റെ പ്രതികരണം. സംസ്ഥാന സർക്കാർ പറഞ്ഞതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മറ്റ് ക്ഷേത്രങ്ങളിലും ആധികാരികമായ തെളിവ് വരികയാണെങ്കിൽ അന്വേഷണം നടത്തും. ബോർഡാണ് അത്തരം വിഷയങ്ങളിൽ അന്വേഷണം നടത്തേണ്ടതും നടപടിയെടുക്കേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത ആരായിരുന്നാലും അവരെ കൽത്തുറങ്കിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡും അത് തന്നെ സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു SIT ആണ് രൂപീകരിച്ചത്. ആ SIT അന്വേഷണത്തിൽ വളരെ ത്വരിതഗതിയിലാണ് അവരുടെ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തതായി നമ്മൾ കണ്ടു.
അതിനുശേഷം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതായി കണ്ടു. ഇപ്പോൾ ഏതായിരുന്നാലും അന്വേഷണ സംഘം അതിൻ്റെ പുരോഗതി നല്ലൊരു ഘട്ടത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമാണ്. ബാംഗ്ലൂരിലെ ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ വലിയ സന്തോഷം. നമ്മൾ പറഞ്ഞോടത്തെത്തും സ്വർണം ശബരിമല എത്തിക്കാനും കള്ളന്മാരെ അകത്താക്കാൻ ആരായിരുന്നാലും എന്ന നിലയ്ക്ക് അത് ആ വാർത്ത നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ സന്തോഷം വരുന്നത്. കണ്ടെടുക്കാൻ കഴിഞ്ഞ് തിരിച്ച് ശബരിമല എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യം. ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കോടീശ്വരന്റെ വീട്ടിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയതെന്നും സതീശൻ പറഞ്ഞു. ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. ഇല്ല, മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കാണിച്ചിരിക്കുന്ന വൃത്തികേടും പുറത്തു വന്നു ഇല്ലേ? അവരിതെല്ലാം മൂടി വെച്ചിട്ട് തിരുവാഭരണ കമ്മീഷനുടെ റിപ്പോർട്ടും മറികടന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വിളിക്കണം എന്ന് വാശി പിടിച്ചാളാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതറിയുന്ന ദേവസ്വം മന്ത്രി. അത് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. മറുപടി കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നല്ലോ, കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള നിലപാട്. ഞങ്ങളുടെ നിലപാട് തുടക്കം മുതൽ അവസാനം വരെ. ഇന്നലെ ഇത് സ്വർണം കോടീശ്വരന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നവരെ കറക്റ്റ് അല്ലേ? ഒരു തെറ്റും പറഞ്ഞിട്ടില്ലല്ലോ പ്രതിപക്ഷം. ഒരു വാചകം പോലും ശബരിമല വിവാദത്തിൽ രാഷ്ട്രീയമായിട്ട് അതിനെ ദുരുപയോഗം ചെയ്യാനല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ എല്ലാ വാചകങ്ങളും 100% ശരിയാണെന്ന് കോടതിയും പറഞ്ഞു, അന്വേഷണത്തിലും വെളിവായിക്കൊണ്ടിരിക്കുക. ആറന്മുളയിൽ ദേവസ്വം ബോർഡിന്റെ പ്രധാന സ്ട്രോങ് റൂമിൽ അമിക്കസ് ക്യൂറിയുടെ പരിശോധന. ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. ശബരിമലയുടെ പ്രധാന സ്ട്രോങ് റൂം ആറന്മുളയിലാണ്. ശശി നാരായണൻ ചേരുന്നു. ശശി, വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കൊക്കെ SITയുടെ അന്വേഷണം കടക്കുന്നൊക്കെ ഒരു സാഹചര്യത്തിലാണ്. ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ടോ? എന്തെങ്കിലും സൂചനകളുണ്ടോ വ്യക്തമായി? അപർണ, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം സ്വർണം കവർച്ചയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ദേവസ്വം ബോർഡിൽ ഈ സ്ട്രോങ് റൂമിന്റെ പരിശോധന നടത്തുന്നത്. ശബരിമലയിൽ കഴിഞ്ഞ 2-3 ദിവസം മുമ്പേയും ഈ സമാനമായ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു. ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. ഈ ശബരിമല അയ്യപ്പന് ലഭിച്ച വസ്തുക്കൾ, അതായത് അമൂല്യമായ വസ്തുക്കൾ, സാധനങ്ങൾ, അതുപോലെ വഴിപാട്, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ഭക്തർ കാണിക്കായി സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതിന്റെ രേഖകൾ അത് സൂക്ഷിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ സ്ട്രോങ് റൂമിലാണ്. ശബരിമല സ്ട്രോങ് റൂമിലെ പരിശോധന പൂർത്തിയായിരുന്നു. 3 ദിവസമാണ് പരിശോധന നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആറന്മുളയിലും പരിശോധന നടത്തുന്നത്. ഈ സ്ട്രോങ് റൂമിലാണ് ഈ അയ്യപ്പന് ലഭിച്ചിട്ടുള്ള വസ്തുവകൾ സൂക്ഷിച്ചിട്ടുള്ളത്. അത് ഈ ഭക്തർ കാണിക്കായിട്ട് കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ്. അത് പൂജയ്ക്ക് വേണ്ടിയും ഒപ്പം വഴിപാടായി സമർപ്പിച്ച വസ്തുക്കൾ. ആ വസ്തുക്കളുടെ മഹസ്തുക്കളും രജിസ്റ്ററുകളും എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് സ്ഥിതി വിവര കണക്ക് പരിശോധിക്കുകയാണ്. അതായത് വർഷങ്ങളായി ഇത്തരം ഒരു കണക്കെടുപ്പ് നടത്തിയിട്ട് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ധാരപാല ശില്പങ്ങളുടെ സ്വന്തം കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ ഇത്തരം പരിശോധനകൾ ഇപ്പോൾ അടിയന്തരമായി നടത്തുന്നത്. അത് ആറന്മുളയിലും തുടരുകയാണ്. എത്ര ദിവസം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്, അതിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത്തരം പരിശോധന എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് പരിശോധന നടക്കുന്നത്. എന്തായാലും ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന ഉള്ളത്. ദേവസ്വം ബോർഡിന്റെ ദേവസ്വം കമ്മീഷണർ, ഒപ്പം വിജിലൻസ് SC തുടങ്ങിയ ഉദ്യോഗസ്ഥരും ഈ പരിശോധനയ്ക്കൊപ്പമുണ്ട്. ഈ ഒരുപക്ഷെ ഇന്നോ നാളെയോ കൊണ്ടായിരിക്കും ഇന്നുകൊണ്ട് പൂർത്തിയാക്കാൻ വലിയ സ്ട്രോങ് റൂമാണ്. അവിടുത്തെ വസ്തുക്കളെല്ലാം 2-3 ദിവസം നീളുമെന്നാണ് അറിയുന്നത്. എന്തായാലും പരിശോധന രാവിലെ മുതൽ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പറഞ്ഞ ശശി നാരായണൻ വിവരങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് BJP സംഘടിപ്പിക്കുന്ന രാപ്പകൽ സെക്രട്ടേറിയറ്റ് ധർണ തുടരുന്നു. സ്വർണ്ണമോഷണത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കനത്ത മഴയും അവഗണിച്ചാണ് ഇന്നലെ നേതാക്കൾ സമരത്തിന്റെ ഭാഗമായത്. അതുകൊണ്ട് നിൽക്കുന്ന എല്ലാവരും കയറി അത് ഫില്ല് ചെയ്തിരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ സെക്രട്ടേറിയറ്റിന്റെ ചുറ്റുഭാഗവും പോലീസ് എത്ര കോട്ട കെട്ടി സംരക്ഷിക്കാനും ശ്രമിച്ചവരുടെ ഈ സെക്രട്ടേറിയറ്റ് ഞങ്ങൾ ഇന്ന് സ്തംഭിപ്പിച്ചിരിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. 10,000-കണക്കിന് പ്രവർത്തകർ വരും. പിന്നെ പോലീസുകാരുടെ ലാത്തിയും അതുമൊക്കെ കണ്ട് പേടിക്കുന്ന പ്രവർത്തകരൊന്നുമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകര്. അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ തന്നെ നമുക്കറിയാം, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി അടക്കമുള്ളവർ മണിക്കൂറുകളോളം ഈ കോരിച്ചൊഴിയുന്ന മഴയത്ത് നിരവധി അമ്മമാര്, സ്ത്രീകള് ഇവിടെ വന്നിരിപ്പുണ്ട്. ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ നമുക്ക് കാണാൻ പോകുന്നത് 10,000-കണക്കിന് ആളുകൾ വന്നുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് വളപ്പ് സ്തംഭിച്ചു പോകുന്ന രീതിയിലുള്ള വലിയൊരു സമരം ഇപ്പം കേരളം കാണാൻ പോവുകയാണ്. ദേവസ്വം മന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം മന്ത്രി വാസവന്റെ പങ്ക് കണ്ടെത്തിയിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.
ഗുരുവായൂരിന് 25 കോടി കൊള്ള ചെയ്ത സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും കൊള്ള ചെയ്ത സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കൊള്ള ചെയ്ത ഈ സർക്കാർ മുഖ്യമന്ത്രി ഈ കൊള്ളയെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇത് വീഴ്ചയാണ്. ആ സമയം കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. കൊള്ളയെ കൊള്ളയായിട്ട് ഞങ്ങൾ കാണും. കൊള്ളക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് ജയിലയക്കും. ഞങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ട്. SIT തെളിവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. വാസവൻ മന്ത്രിന്റെ ഇതിന്റെ ഒരു റോൾ. അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ നോക്കണ്ട, ഞങ്ങളത് സമ്മതിക്കില്ല. കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം മന്ത്രി, കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിനെ ഒരു ദല്ലാൽമാരുടെ സംസ്ഥാനമാക്കിയത് നമ്മുടെ ദേവസ്വം മന്ത്രിയാണ്. ഇതിന്റെ ഒരു കോൺസിക്വൻസ് കിട്ടണം. അത് ഞങ്ങൾ അതിനു വേണ്ടി സമരം ചെയ്യും. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഇനിയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായി വലിയ തരത്തിലുള്ള ഒരു ആഞ്ഞടിക്കൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തൽ BJPയിൽ ഇപ്പോഴുണ്ടോ? ഇനി അങ്ങോട്ട് അത് ഇടത് സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായ ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരണം. കഴിഞ്ഞ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചതുപോലെയുള്ള ഒരു സമര പരമ്പരയിലേക്ക് കടക്കണം. അങ്ങനെ ഒരു പദ്ധതി കൂടി BJPയുടെ ഭാഗത്തുണ്ടോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം തുടക്കത്തിൽ തന്നെ മുന്നോട്ട് വെച്ചത്, അതായത് ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം 2019 ഇപ്പോൾ ഭരിക്കുന്നതും ഇടത് സർക്കാർ തന്നെയാണ്. അന്നും ഇന്നും ഭരിക്കുന്ന ഒരേ സർക്കാർ ഈ ഒരു ആരോപണ വിധേയരായ അവർക്കെതിരെ യാതൊരുവിധ നടപടിയും എടുക്കുന്നില്ല. ഇപ്പോൾ ആരോപണ വിധേയരായ വാസവനെതിരെ അടക്കം പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ ഇത്തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പുറത്തേക്ക് കൊണ്ടുവരും. മാത്രമല്ല ഈ ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ച് ഇതിനൊപ്പം മന്ത്രി വാസവൻ രാജിവെക്കണം. ഒപ്പം ഈ ഒരു മന്ത്രി വാസവനും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഈ ഒരു അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണമെന്ന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ആരംഭിച്ച ഈ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകളും ഇപ്പോൾ BJP പ്രവർത്തകർ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള പ്രവർത്തകർ 3 ഗേറ്റിന് മുൻപിലും ഉപരോധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതിനൊപ്പം 3 ഗേറ്റിലും ഈ പ്രാദേശിക നേതാക്കളും മാത്രമല്ല ഈ ഒരു ദേശീയ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളടക്കം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അവർക്ക് കൃത്യമായ ഭക്ഷണവും കാര്യങ്ങളെല്ലാം കൃത്യമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു കൃത്യമായ രാപ്പകൽ സമരം എന്ന രീതിയിലേക്ക് ഇത് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി നടത്തിയ ഒരു സമരമാണ്. മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ തലത്തിലേക്ക് ഈ ഒരു സർക്കാരിനെതിരെ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. അതായത് ഇനി വരുന്ന കോർപ്പറേഷൻ ഇലക്ഷനിലും അതിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇതൊരു രാഷ്ട്രീയ ആയുധമായി ഉയർത്തിക്കൊണ്ടുവരും. ആ സമയം വരെ ഇതൊരു രാഷ്ട്രീയ ആയുധമായി നിലനിർത്തുക എന്നൊരു ഉദ്ദേശം കൂടി BJPയുടെ പക്കലുണ്ട്. കാരണം ഈ ഒരു നിയമസഭാ സീറ്റ് കേരളത്തിൽ നിന്നും ഒന്ന് പിടിക്കുന്നതിനേക്കാളും വലുതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം ലഭിക്കുക എന്നത്. കാരണം അതാണ് ഈ BJPയുടെ സംസ്ഥാന നേതൃത്വം അടക്കം ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. ആ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചും ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം പ്രതിഷേധങ്ങളും മറ്റും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുക, അതിനൊപ്പം തന്നെ വിശ്വാസ സമൂഹത്തിനെ കൂടെ നിർത്തുക എന്ന വലിയൊരു ഉത്തരവാദിത്വം കൂടി BJPയുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഷേധത്തിൽ മാത്രം ഒതുങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി തുടർന്ന് വരുന്ന ദിവസങ്ങളിലടക്കം സംസ്ഥാനത്ത് വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രതിഷേധം തുടരാനാണ് ഇപ്പോൾ BJP നേതൃത്വം പദ്ധതിയിട്ടിരിക്കുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അടക്കം പ്രതികരിച്ചിട്ടുള്ളത്. ഇവിടെ സംസ്ഥാന നേതൃത്വത്തിലടക്കമുള്ള എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പരിപൂർണമായ ഒരു പ്രക്ഷോഭം ഇന്ന് രാത്രി വരെ നീളുന്ന ഒരു പ്രക്ഷോഭം മുഴുവൻ പ്രവർത്തകരെ കൊണ്ടും ഈ സെക്രട്ടേറിയറ്റ് മുഴുവൻ വളഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. സാരംഗ് സുധാകരൻ, BJP ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മഴയത്തും തുടരുന്ന പ്രതിഷേധത്തിന്റെ കാഴ്ച തിരുവനന്തപുരത്ത് നിന്ന്. അതേസമയം ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്ക് മദ്യപിച്ച് ഓട്ടോ ഓടിച്ചു കയറ്റി. പ്രവർത്തകരുടെ ഇടയിലൂടെയാണ് ഓട്ടോ ഓടിച്ചു കയറ്റിയത്. ഈ പ്രകോപനം വലിയ പ്രതിഷേധത്തിനും വഴിവെച്ചു. പ്രവർത്തകരുമായി ഉന്തും തള്ളുമായതോടെ ഓട്ടോ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു.
കുഴപ്പമില്ല, എന്റെ സുഹൃത്തുക്കൾ BJP യിലുണ്ട്, കുഴപ്പമില്ല. കണ്ണൂർ പയ്യന്നൂരിൽ BJP നേതാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. BJP സംസ്ഥാന കൌൺസിൽ അംഗം തമ്പാനാണ് മരിച്ചത്. അരവഞ്ചാൽ സ്വദേശിയാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ആരാധകരെ നിരാശയിലാക്കി അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമിന്റെയും സൂപ്പർ താരം ലയണൽ മെസ്സിയും കേരളത്തിലെത്തില്ല എന്ന് സ്ഥിരീകരിക്കുന്നു. അങ്കോളയിൽ മാത്രം കളിക്കുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ സ്ഥിരീകരണം. ഈ നവംബർ 17-ന് മെസ്സി നയിക്കുന്ന അർജന്റീന ടീം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സൌഹൃദ മത്സരം കളിക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഫിഫയിൽ നിന്നുള്ള അനുമതി കിട്ടാത്തതാണ് അർജന്റീന വരാത്തതിന് പിന്നിലെന്നും മാർച്ചിൽ മെസ്സി വരുമെന്നും സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ പറയുന്നു. നമ്മുടെ ഈ മാച്ച് നവംബർ 10 to 18 എന്ന് പറയുന്ന വിൻഡോയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. അത് നമുക്കതിൻ്റെ ഫിഫേൻ്റെ അനുമതി കിട്ടാത്തതുകൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളും അർജന്റീനയും ഓസ്ട്രേലിയ എല്ലാം വിചാരിച്ചിരുന്നത് ഫിഫ അപ്രൂവൽ തരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ നമുക്ക് അവരെ സ്ക്വാഡിനെ തന്നു, അവരെ ഫുൾ ഡീറ്റെയിൽ തന്നു, നമ്മൾ വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു, അവരെ നാഷണൽ ടീം മാനേജർ ഇവിടെ വന്ന് മുഴുവൻ വിസിറ്റ് ചെയ്തു. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, അപ്രൂവൽ കിട്ടും എന്നുള്ളതാണ്. ഒരാഴ്ച ലേറ്റ് ആയിപ്പോയി, ഈ വർക്ക് തീർത്തി അടുത്ത ആഴ്ച കിട്ടും, അതുകൊണ്ട് വന്ന ഡിലേ ആണ്, അല്ലെങ്കിൽ ഈ ഡിലേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫിഫ വിൻഡോ നമുക്ക് അനുവദിച്ച് തന്നത്. ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അപ്രൂവൽ തരാമെന്ന് ധാരണയുള്ളതുകൊണ്ടാണ് അവർ അനുവദിച്ച് തന്നത്. അതുകൊണ്ടാണത് അപ്രൂവൽ കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയാൻ കാരണം, ഈ ഫിഫ സാധാരണ ഫിഫയ്ക്ക് ഒരു വിൻഡോ അനൗൺസ് ചെയ്യില്ല. ഒരു കളിക്കാർക്ക് ഏത് സ്റ്റേഡിയം ഇല്ലാതെ അനൗൺസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ കൊടുത്ത രേഖകളെല്ലാം അതിന് പ്രാപ്തമായതുകൊണ്ട് മാത്രമാണ് ഫിഫ നമുക്ക് വിൻഡോ അനുവദിച്ചത്. അതേസമയം മെസ്സിയുടെ വരവ് മുടക്കാൻ നമ്മുടെ നാട്ടിലെ ചിലർ മെയിൽ അയച്ചെന്ന വിചിത്രമായ മറുപടിയായിരുന്നു കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രതികരണം. ഇപ്പോൾ ഇതിൻ്റെ ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ് ഇപ്പോൾ തടസ്സം നിൽക്കുന്നത്. അത് നമ്മൾ വീണ്ടും ശ്രമിക്കുകയാണ്. ഈ ആഴ്ച തന്നെ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, എത്ര ഫിഫയിൽ ഇത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിൽ അയച്ചിട്ടാണ്. അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജന്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു, പരിശോധിച്ചു, അവർ സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ. പക്ഷെ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യം ഇവിടുന്ന് ഇഷ്ടം പോലെ മെയിലുകളായിട്ടാണ് ഇവർ. അപ്പോൾ നമ്മളാളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത്. MG മിഥുൻ ചേർന്നു. മിഥുൻ, ഫുട്ബോൾ മിശിക അന്താരാഷ്ട്ര ഫുട്ബോൾ താരം കേരളത്തിൽ വരിക എന്നതിനപ്പുറത്തേക്ക് ഇത് വലിയ തരത്തിലൊരു രാഷ്ട്രീയ വിഷയമായി മാറിയ സാഹചര്യം, പ്രതിപക്ഷം ഉയർത്തിയ വിമർശനങ്ങൾക്കൊക്കെ അതേ തരത്തിൽ മറുപടി പറയുന്ന അത് സ്പോൺസറാണെങ്കിലും അത് സർക്കാരിന്റെ ഭാഗത്താണെങ്കിലും ഇപ്പോൾ ഈ സ്ഥിരീകരണം വരുമ്പോഴും പഴി ഇതേത് ഭാഗത്താണ്? ഇതെവിടെയാണ് ഇതിനൊരു പാളിച്ച പറ്റിയിരിക്കുന്നത്? ഈ പറഞ്ഞിരുന്ന അവകാശവാദങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണോ, അതോ അതിന് മറ്റേതെങ്കിലും ന്യായീകരണമാണോ? ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ്. ഏതെങ്കിലും തരത്തിൽ ആശയക്കുഴപ്പം മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ? അപർണ, ആരാധകരെ സംബന്ധിച്ച് വളരെ വലിയ നിരാശ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്പോൺസർ ആകട്ടെ അല്ലെങ്കിൽ മന്ത്രി അബ്ദുറഹ്മാൻ ആകട്ടെ, ഇരുവരും മാധ്യമങ്ങളെ കൂടുതൽ പഴിക്കുകയാണ്, വ്യാജ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഫിഫയുടെ അനുമതി ലഭ്യമാകാത്തത് കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഇപ്പോഴത്തെ ഈ വിൻഡോയിലൂടെ ഓപ്പണായ മത്സരം അത് റദ്ദാക്കേണ്ട തരത്തിലേക്ക് പോവുകയും ചെയ്ത്. പക്ഷേ വീണ്ടും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അടുത്ത വിൻഡോ ഓപ്പൺ ആകുന്നത് അടുത്ത വർഷം 2026 മാർച്ചിലാണ്. അപ്പോൾ അർജന്റീനൻ ടീമും മെസ്സിയും കേരളത്തിലേക്ക് വരുമെന്നുള്ള രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ കൂടി ആൻഡോ അഗസ്റ്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതാണ് ഏവരെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്നത്. ഒപ്പം തന്നെ അതിൽ ചില ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് 2026 ജൂണിലാണ് ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അതിന് 2 മാസം മുന്നോടിയായിട്ട് നടക്കുന്ന അടുത്ത വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ അത്തരത്തിൽ അർജന്റീനൻ ടീമും ഒപ്പം തന്നെ മെസ്സിയും കേരളത്തിൽ വന്ന് കളിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നാണ് ഈ രംഗത്തുള്ള അല്ലെങ്കിൽ കായിക രംഗത്തുള്ള വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നത്. ഇത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള ഒരു ചോദ്യം ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, മന്ത്രി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് സ്റ്റേഡിയമാണ് വില്ലനായത്. സ്റ്റേഡിയത്തിലെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാൻ ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് സാധിച്ചില്ല. അതാണ് ഫിഫയുടെ നടപടി ഉണ്ടായത്, അല്ലെങ്കിൽ ഫിഫ ഇതിനൊരു അനുമതി നൽകാതിരുന്നത്. മറ്റൊന്ന്, ചില വിചിത്ര വാദങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ചിലർ ഫിഫയ്ക്ക് മെയിൽ അയച്ചു, ഇത്തരത്തിൽ അർജന്റീന ടീം കൂടെ വരരുതെന്ന്
അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട്, അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെയിൽ അയച്ചു. അതാണ് മറ്റൊരു തരത്തിൽ ഇതിന് പ്രതികൂലമായി ബാധിച്ചെന്ന തരത്തിലുള്ള വിചിത്രമായ വാദങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും നമ്മൾ തുടക്കം മുതൽ ഈ വിഷയത്തിൽ 2 ആഴ്ച മുമ്പ് വരെ ഇത്തരത്തിൽ അർജന്റീനയുടെ പ്രധാനപ്പെട്ട സ്പോർട്സ് മാധ്യമങ്ങളൊക്കെ നൽകിയ റിപ്പോർട്ട് പ്രകാരം ഈ മത്സരം റദ്ദാക്കിയെന്ന് പറഞ്ഞതാണ്. ഒപ്പം തന്നെ സ്പോൺസർ പിന്നാലെ നമ്മൾ സ്പോൺസറുടെ പ്രതികരണം തേടിയപ്പോഴും ഉറപ്പിച്ചു പറഞ്ഞു മെസ്സി വരുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഇത്തരത്തിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്, ഇനി ഒരു ഔദ്യോഗിക സ്ഥിരീകരണം മാത്രം വന്നാൽ മതി എന്നായിരുന്നു പറഞ്ഞത്. എങ്കിൽ ഇപ്പോൾ അത് എല്ലാം മാധ്യമങ്ങളെ പഴിചാരിക്കൊണ്ട് അങ്ങനെ താൻ പറഞ്ഞിട്ടില്ല എന്ന തരത്തിലേക്ക് വാക്കുകൾ മാറ്റുന്ന അല്ലെങ്കിൽ വാക്കുകൾ വളച്ചൊടിക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ സ്റ്റേഡിയം ഒരു വില്ലനാണെന്ന് മന്ത്രി പറയുമ്പോഴും സ്റ്റേഡിയത്തിലെ നവീകരണം ഉൾപ്പെടെ കൃത്യസമയത്ത് പൂർത്തീകരിക്കാനാകുമെന്ന് പല തവണ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞതും ആന്റോ അഗസ്റ്റിൻ തന്നെയാണ്. അതൊക്കെ ഇപ്പോൾ പാലിക്കാൻ പറ്റാതെ പോയത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു തിരിച്ചടിക്ക് കാരണമായെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അടുത്ത വർഷം പുതിയ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ആ വിൻഡോയിൽ ഇത്തരത്തിൽ അർജന്റീനയുടെ ആദ്യ മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സ്പെയിനുമായി ഒരു സൗഹൃദ മത്സരത്തിൽ അർജന്റീന കോപ്പുകൂട്ടും. അത് ഖത്തറിൽ വെച്ച് നടക്കാനുള്ള സാധ്യതയാണ് ഈ ഒരു ഘട്ടത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ മത്സരം അത് ആരുമായിട്ടാകും, അത് എവിടെ വെച്ചാകുമെന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. ഇപ്പോൾ സ്പോൺസർ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ വെച്ച് മത്സരം നടക്കാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നൊക്കെ ഇനി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ ചൊല്ലി മന്ത്രിമാർ സർക്കാർ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതടക്കം പരസ്യ പ്രതിഷേധം തുടരുമ്പോഴും CPI നേതൃതലത്തിൽ ഒത്തുതീർപ്പുണ്ടാകുകയാണ് എന്ന സൂചന. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കില്ല എന്ന ഉറപ്പിൽ നിലവിലെ പ്രതിഷേധം മയപ്പെടുത്താമെന്ന നിലപാടിലാണ് CPI നേതൃത്വം. കരാർ ഒപ്പിടുന്നതിന് മുൻപ് CPIയുമായി ചർച്ച ചെയ്യാത്തതിൽ CPM വീഴ്ച പരസ്യമായി അംഗീകരിക്കും. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ മുന്നണിയുമായി ഇടയുന്നതിലെ അപ്രായോഗികത കണക്കിലെടുത്തുകൂടിയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരാനുള്ള തന്ത്രം. ഈ മാസം 27 ആലപ്പുഴയിൽ നടക്കുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന് മുൻപായി സമവായം സാധ്യമാക്കാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി CPI ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വവുമായും മന്ത്രി JR അനിലുമായും ചർച്ച നടത്തി. വിവരങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും R കിരൺ ബാബു ചേരുന്നു. കിരൺ, ഏറ്റവും കൂടുതൽ CPI ആക്രമിച്ചത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ തന്നെയാണ്. അതുകൊണ്ട് ആ മന്ത്രിയെ തന്നെ നേരിട്ടിറക്കി ഒരു ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് CPM കടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു സമവായത്തിന്റെ പാതയിൽ തന്നെയാണ്. മുഖ്യമന്ത്രി വരെ ഇടപെടും എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നതിനപ്പുറത്തേക്ക് പക്ഷേ ഈ CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്രതിഷേധവുമായി ഇപ്പോഴും തെരുവിലുണ്ട്. ഇതകത്തും പുറത്തുമൊക്കെ പ്രശ്നം പരിഹരിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് ഈ വി ശിവൻകുട്ടി ബിനോയ് വിശ്വം ചർച്ചയിൽ ഇത് പരിഹരിക്കപ്പെടും എന്നുള്ളൊരു സൂചനകളുണ്ടോ? അപർണ, പുറത്ത് പ്രതിഷേധം അകത്ത് സമവായം എന്നുള്ള നയത്തിലാണ് ഇപ്പോൾ CPIയും CPMും നിൽക്കുന്നത്. CPIയുടെ പരസ്യമായ പ്രതിഷേധത്തിൽ കടുത്ത നടപടികളിലേക്ക് പോകുന്നതിന് പ്രായോഗികമായി CPIക്ക് മുന്നിൽ പല പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 1 മാസത്തിനുള്ളിൽ നടക്കാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ CPI പല തലത്തിലും താഴെത്തട്ടിലൊക്കെ എല്ലാ സ്ഥലത്തും സീറ്റ് എണ്ണത്തിലും സീറ്റുകൾ നൽകണമെന്നതിലൊക്കെ ഇനി വേണം ചർച്ച നടത്തി തീരുമാനമെടുക്കേണ്ടത്. കഴിഞ്ഞ തവണ മത്സരിച്ച പല സീറ്റുകളിലും സംവരണ സീറ്റുകളായി മാറിക്കാണും. പല സീറ്റുകളിലും പട്ടികജാതി പട്ടികവർഗ സംവരണവും സ്ത്രീ സംവരണം ഒക്കെയായി മാറിക്കാണും. അപ്പോൾ അവിടെയെല്ലാം അവിടുത്തെ CPIക്ക് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ തന്നെ ലഭിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ സീറ്റ് നിലനിർത്തി, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. താഴെത്തട്ടിലെ അത്തരം ചർച്ചകൾ തന്നെ ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അവിടെ CPM നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടൽ വഴിയാണ് പലപ്പോഴും അത്തരം കാര്യങ്ങളിലൊക്കെ നിലനിർത്തുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM CPI സഖ്യത്തിൽ പോകേണ്ടതിന് കൂടുതൽ ആവശ്യമുള്ള പാർട്ടി CPI ആണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPMന്റെ കൂടി ആവശ്യമാവും CPIയെ കൂടെ നിർത്തുക. പക്ഷേ ആദ്യം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. അവിടെ കനത്ത തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ CPIക്ക് അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം ബാധിക്കുന്ന ഒരു വിഷയമായി മാറും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ മുന്നണി വിട്ടുപോവുക അല്ലെങ്കിൽ പരസ്യമായ പ്രതിഷേധത്തിലൂടെ പ്രശ്നത്തെ വഷളാക്കുക എന്നത് പ്രായോഗികമായി പ്രയാസമുള്ള ഒന്നാണ്. CPM അസംയുക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് തന്നെയാണ്. അത് ഫണ്ടിന് വേണ്ടിയുള്ള ഒപ്പിടിയിലാണ്. അതിൽ നിന്ന് പിന്മാറ്റമില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനത്തിലും അത് വ്യക്തമായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് CPIയുടെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് പറ്റും അതിനെ വഴങ്ങുന്നത് ഏത് തരത്തിൽ വഴങ്ങണം, അത് അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ വഴങ്ങാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അവിടെ CPI മുന്നോട്ട് വെച്ചിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ആവശ്യം എന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP നടപ്പാക്കില്ല എന്ന് പരസ്യമായി തന്നെ ഉറപ്പ് നൽകണം. അത് മുഖ്യമന്ത്രി തന്നെ നൽകണം. മറ്റൊന്ന്, മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ ഇത്തരം ഒരു കരാറിൽ ഒപ്പിട്ടത്, അത് ഉദ്യോഗസ്ഥരാണ് കരാറിൽ ഒപ്പിട്ടത്, ന്യായം അംഗീകരിക്കാൻ കഴിയില്ല. മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ ഒപ്പിട്ടതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ വീഴ്ച പരസ്യമായി അംഗീകരിക്കണം. ഈ 2 ആവശ്യങ്ങൾ ഇത് രണ്ടും മുഖ്യമന്ത്രി തന്നെ നടത്തണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും CPI അനൗദ്യോഗികമായി ഉന്നയിക്കുന്നത്.
അക്കാര്യത്തിൽ അത് മുഖ്യമന്ത്രിയാണോ ഇനി മറ്റാരെങ്കിലും എം വി ഗോവിന്ദനോ അല്ലെങ്കിൽ വി ശിവൻകുട്ടിയാണോ നടത്തുന്നതൊക്കെ ഉള്ള രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് തീരുമാനമെടുക്കേണ്ട ഒന്നാണ്. എന്തായാലും നിലവിൽ അത്തരമൊരു ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ അടിച്ചു പിരിയുന്ന അല്ലെങ്കിൽ ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഈ പ്രതിഷേധമൊക്കെ കടുപ്പിച്ച് മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുക അല്ലെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കുക അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് ഒന്നും പോകാനുള്ള സാധ്യത നിലവിലില്ല. ആകെ CPIക്ക് മുന്നിലുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് 27-ാം തീയതി നടക്കുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവാണ്. CPI എന്ന പാർട്ടിയുടെ പ്രത്യേകത അനുസരിച്ച് സംസ്ഥാന നേതൃത്വം പറഞ്ഞാലും ആ തരത്തിലേക്കുള്ള തന്നെ എല്ലാ അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുക്കണമെന്നുമില്ല. കടുത്ത വിമർശനമൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബിനോയ് വിശ്വത്തെയൊക്കെ എതിർക്കുന്ന നിരവധി നേതാക്കൾ സംസ്ഥാന എക്സിക്യൂട്ടീവിലുണ്ട്. അവരൊക്കെ കടുത്ത വിമർശനം ഉയർത്താൻ സാധ്യതയുണ്ട്. AYFന്റെ ഭാഗത്തു നിന്നും ASFന്റെ ഭാഗത്തു നിന്നുമൊക്കെ ശക്തമായ സമ്മർദ്ദങ്ങളുണ്ട്. അതിനു മുമ്പായി CPIയുടെ ആവശ്യങ്ങൾ പരസ്യമായി CPM അംഗീകരിക്കുന്നു, ഈ വീഴ്ച അംഗീകരിക്കുന്നു, NEP നടപ്പാക്കില്ല എന്ന് ഉറപ്പ് നൽകുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരമൊരു സമവായത്തിലേക്ക് പോകാൻ കഴിയും. അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ രണ്ട് പാർട്ടിയുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ ചേർന്ന് നടക്കുന്നത്. അതിന്റെ ഭാഗം കൂടിയാണ് CPI ആസ്ഥാനത്തെത്തി ഇന്നലെ ഈ NEP അടക്കം ഒരു പരിധിവരെ ന്യായീകരിച്ചു പറഞ്ഞ വി ശിവൻകുട്ടി തന്നെ ചർച്ച നടത്താൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായും മന്ത്രി GR അനിലുമായും ചർച്ച നടത്തിയത്. ഇതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. അത് പിന്നീട് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് പാർട്ടികളും ഈ വിഷയത്തിൽ ഇനി തന്ത്രപൂർവ്വമായ അല്ലെങ്കിൽ ഒരു പരസ്പരം പ്രകോപനം ഉണ്ടാക്കാത്ത ഒരു നിലപാടിലേക്ക് പോകണം എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിനെ കൂടി ഇത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ വിഷയം ഇപ്പോഴുണ്ടാക്കുന്ന രീതിയിലേക്ക് NEP നടപ്പാക്കില്ല എന്ന് ഉറപ്പ് മുഖ്യമന്ത്രി നൽകുന്നു. പരസ്യമായി CPIയുമായി മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ ഈ കാര്യത്തിൽ ഒപ്പിട്ടതിൽ ഉള്ള വീഴ്ച അംഗീകരിക്കുന്നു. ഈ രണ്ട് വ്യവസ്ഥകളോടുകൂടി ഇപ്പോഴത്തെ കരാർ അംഗീകരിച്ചുകൊണ്ട് പ്രതിഷേധം തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള ധാരണയിലാണ് ഇരു പാർട്ടികളും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. റൈറ്റ്. ഏതായാലും ഇത് നേരത്തെ ചർച്ച ചെയ്യാത്തതിൽ വീഴ്ച അംഗീകരിച്ചുകൊണ്ട് CPM ഈ വിഷയത്തിൽ സമവായം ശ്രമം നടത്തുകയാണ് എന്ന് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. R.K. ബാബു വിവരങ്ങൾ നൽകിയത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPIയുടെ ആവശ്യം പരിഗണിച്ചേ മതിയാകൂ എന്നാണ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രതികരണം. 2 തവണ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തപ്പോഴും അതൃപ്തി അറിയിച്ചിരുന്നു. 27 നടക്കുന്ന CPI എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി തീരുമാനം പറയും. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം പോയത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവിന് ശേഷം പറയാം. UDF-ലേക്ക് പോകേണ്ട യാതൊരു സാഹചര്യവും CPIക്കില്ല എന്നും ചിഞ്ചുറാണി കട്ടപ്പനയിൽ പറഞ്ഞു. 2 പ്രാവശ്യം കേരളത്തിന്റെ മന്ത്രിസഭയിൽ ഇത് അജണ്ടയായിട്ട് വരികയും ഞങ്ങൾ അതിനകത്ത് ചർച്ചയിൽ പങ്കെടുക്കുകയും ഇത് കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന നിലയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞത്. പിന്നെ ഇത് എങ്ങനെയാണ് പോയി ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇത് ഒപ്പിട്ട് ആരും ഒപ്പിട്ട് വിട്ടു എന്നുള്ളതോ അത് കേന്ദ്രം എങ്ങനെയാണ് ഇത് അംഗീകരിച്ചു എന്നുള്ളതോ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അതൊക്കെ ഞങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ചർച്ച ചെയ്യുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ കൂടിയിരുന്നു. ഈ വരാൻ പോകുന്ന 27-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടാൻ പോവുകയാണ്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ധനകാര്യ മന്ത്രി KN ബാലഗോപാൽ. മന്ത്രിസഭായോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനാകില്ല. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യുമെന്നും ബാലഗോപാൽ പറഞ്ഞു. ഇന്നലെ ടൂറിസം മിനിസ്റ്റർ സംസാരിച്ചു, പിന്നെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് സംസാരിച്ചു. ആ കാര്യം സംബന്ധിച്ചും സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ആ വിഷയം സംസാരിച്ചു. അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മന്ത്രിസഭാ യോഗത്തിനകത്തെ കാര്യമൊന്നും ഞങ്ങൾ പത്രസമ്മേളനത്തിൽ പറയാൻ പാടില്ല. ആ സംഭവം സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും അല്ലെങ്കിൽ പരിശോധിക്കുന്നൊക്കെ അവർ പറഞ്ഞിട്ടില്ല. വേറെ അതിനപ്പുറം വേറൊന്നും പറയാനില്ല. PM ശ്രീയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി CPI തർക്കമെന്ന നിലയിൽ കാണേണ്ടതില്ല എന്ന് KK ശൈലജ. NEPക്കെതിരെ CPM-ലും CPIക്കും ഒരു നയമുണ്ട്. ഒപ്പിട്ടാൽ NEPക്ക് കീഴടങ്ങലല്ല. NEPയിൽ ഹിഡൻ അജണ്ടയുണ്ടെന്നും KK ശൈലജ അഭിപ്രായപ്പെട്ടു. CPM തമ്മിൽ അങ്ങനെ വലിയ പകയോ, പക്ഷെ നമ്മൾ കാണേണ്ടത് എന്താ? പ്രതിപക്ഷമായാലും മാധ്യമങ്ങളായാലും കാണേണ്ടത് കേരളം അനുഭവിച്ചു വരുന്ന സുരക്ഷിതത്വത്തിന്റെ മേലെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അടി വീഴുന്നത്. അപ്പോൾ അതെല്ലാം മറന്നിട്ട് ഇവിടെ എന്തോ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ പൊളിക്കാൻ കിട്ടിയ ഒരു സാഹചര്യം എന്ന് കരുതി CPI ഇതൊരു വിഷയമേ അല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമാവേണ്ടത് എന്താ? PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്രം നിർബന്ധിക്കുന്നു. നടപ്പിലാക്കിയില്ലെങ്കിൽ SSKയുടെ അടക്കമുള്ള പദ്ധതി വിഹിതം തരില്ലെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ചിന്തയുടെ പോയിന്റ് പ്രധാനമായിട്ടുള്ള കുന്തമന തിരിയേണ്ടത് കേന്ദ്രം സംസ്ഥാനങ്ങളിൽ ചിലത് അടിച്ചേൽപ്പിക്കുന്നു. സംസ്ഥാനത്തിന്റെ ജനാധിപത്യത്തിന് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വത്തിൻ്റെത് വികാരപരമായ പ്രതികരണമെന്നായിരുന്നു AK ബാലന്റെ പ്രതികരണം. പ്രകോപനപരമായിരുന്നു ഈ പ്രതികരണം. ബിനോയ് വിശ്വം തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആശങ്ക പരിഹരിച്ചിട്ടേ പദ്ധതി നടപ്പാക്കൂ എന്നും AK ബാലൻ പറഞ്ഞു.
അല്ല, അതാണല്ലോ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ ആ ആശങ്ക പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കൂ എന്ന് കൃത്യമായി ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനറും പറഞ്ഞു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതിയായ ചർച്ച നടന്നിട്ടില്ല, ഏത് PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഒരാശങ്ക ഉണ്ടെങ്കിൽ ആ ആശങ്ക ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ CPIയെ വിശ്വാസത്തിലെടുക്കാതെ ഈ പദ്ധതി ഒരു രൂപത്തിലും നടപ്പിലാക്കില്ല എന്ന കാര്യം കൃത്യമായി ബഹുമാനപ്പെട്ട ദേവിയും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. മുന്നണി മര്യാദ എല്ലാ കക്ഷികളും പാലിക്കണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മുന്നണിയിൽ പറയാനുള്ളത് മുന്നണിക്കുള്ളിൽ പറയണം, മന്ത്രിസഭയിൽ പറയാനുള്ളത് മന്ത്രിസഭയിൽ പറയും. കൂടുതൽ കാര്യങ്ങൾ പരസ്യമായി പറയാനില്ലെന്നും മന്ത്രി പറഞ്ഞു. മുന്നണി കാര്യങ്ങൾ, നയപരമായ കാര്യങ്ങളും ഭരണപരമായ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ കുറേ കൂടി ജാഗ്രത വേണമെന്നാണ് ഓർക്കുന്നത്. അത് മുന്നണി സ്വാഭാവികമായി ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചർച്ച ചെയ്ത് നല്ലൊരു തീരുമാനമെടുക്കും. മറ്റുള്ളവരൊന്നും പ്രതീക്ഷിക്കുന്ന പോലെയും നിങ്ങൾ വിവാദം ഉണ്ടാക്കുന്ന പോലെയും അതൊക്കെ അഭിപ്രായങ്ങളാണ്, അന്തിമ തീരുമാനമല്ല. അഭിപ്രായ പ്രകടനങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പാർട്ടികളിൽ നടക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പണ്ടത്തെ പോലെയല്ല, മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞതും മാധ്യമങ്ങളിൽ വരുമ്പോൾ അതൊന്നും പാർട്ടിയുടെ ആത്യന്തികമായ തീരുമാനം എന്താണെന്നുള്ളതാണ്. ആ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന തീരുമാനമാണ് മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളുടെയും തീരുമാനം. അപ്പോൾ അത്തരം രീതികളാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പത്രങ്ങളോട് പറഞ്ഞാൽ ഞാൻ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? എൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ എൻ്റെയോ NCPയുടെ അഭിപ്രായം മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ക്യാബിനറ്റിൽ പറയേണ്ടി വരുമ്പോൾ ക്യാബിനറ്റിലെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാനും, മുന്നണിയിൽ പറയുമ്പോൾ മുന്നണിയിൽ പോകുന്ന പ്രതിനിധികൾ നിലയ്ക്ക് ഞങ്ങളും അവിടെ ഉന്നയിക്കും. എനിക്കാണെങ്കിൽ 10-40 വർഷമായി സ്ഥിരമായി മുന്നണിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനുഭവമുള്ള ഒരാളാണ്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുക എന്ന നയമാണ് ഞങ്ങൾക്കുള്ളത്. ആ നയത്തിൽ തന്നെ ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയില്ല. PM ശ്രീ പദ്ധതിക്കായി എന്ത് സമ്മർദ്ദമാണ് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിക്ക് മേൽ സംഘപരിവാർ സമ്മർദ്ദം ചെലുത്തുന്നു. 10-ാം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ എന്തോ കുഴപ്പം സംഭവിച്ചു. 16-ന് ഒപ്പുവെച്ചിട്ടാണ് മന്ത്രിസഭാംഗങ്ങളെ കബളിപ്പിച്ചത്. ബിനോയ് വിശ്വത്തിന്റെ ചോദ്യങ്ങൾക്ക് CPM മറുപടി നൽകണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ CPIയെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത്, കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ എഗ്രിമെന്റ് 10-ാം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് 16-ാം തീയതി തന്നെ ഇത് ഒപ്പുവെക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്? ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത്? എന്ത് ഗൂഢാലോചനയാണ് ഇതിന്റെ അകത്ത് പുറകിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം. കാരണം മുന്നണിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തില്ല, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല. അക്ഷരാർത്ഥത്തിൽ CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബി പോലും അറിഞ്ഞിട്ടില്ല. ആരോരും അറിയാതെ, മന്ത്രിസഭാംഗങ്ങൾ പോലും അറിയാതെ ഇത്ര രഹസ്യ സ്വഭാവത്തിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഈ PMCയിൽ ഒപ്പുവെക്കാനുള്ള അതിന്റെ പുറകിലുള്ള ദുരൂഹതയാണ് ഇനി മറനീക്കി പുറത്തു വരേണ്ടത്. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായിരിക്കുന്നത്? 4.5 വർഷത്തിനു ശേഷം ആദ്യമായി ആലപ്പുഴയിലെ സർക്കാർ പരിപാടിയിൽ G സുധാകരന്റെ ചിത്രം. പൊതുമരാമത്ത് വകുപ്പ് പുറത്തിറക്കിയ പോസ്റ്ററിലാണ് സുധാകരന്റെ ചിത്രമുള്ളത്. ഈ 27-ന് നടക്കുന്ന തോട്ടപ്പള്ളി നാലാഞ്ചിറ പാലം ഉദ്ഘാടനത്തിന്റെ പോസ്റ്ററിലാണ് ചിത്രമുള്ളത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതാണ് പരിപാടി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് G സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ നിരവധിയാണ് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നടന്നിട്ടുള്ളത്. ഉദ്ഘാടന പരിപാടികളിലേക്ക് G സുധാകരനെ ക്ഷണിക്കാറില്ല എന്ന് മാത്രമല്ല, നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മുൻ മന്ത്രിമാരുടെ വിവരങ്ങളടങ്ങുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട് അവതരണം പോലും ഉദ്ഘാടന വേളകളിൽ ഇപ്പോഴത്തെ ജനപ്രതിനിധികൾ വായിക്കാൻ അനുവദിക്കാറില്ല. നിരവധി തവണ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചതോടെ G സുധാകരൻ പ്രത്യക്ഷാതൃപ്തി സംഭവങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നിലവിൽ G സുധാകരനെതിരെയുള്ള അമ്പലപ്പുഴയിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൈബർ ആക്രമണങ്ങളും അതിനെതിരെയുള്ള സുധാകരന്റെ മറുപടികളുമെല്ലാം പാർട്ടി നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കുന്നുണ്ട്. അമ്പലപ്പുഴയിലെ CPM പ്രവർത്തകർക്കിടയിൽ തന്നെ സുധാകരനെതിരെ നടത്തുന്ന അധിക്ഷേപങ്ങളെ സംബന്ധിച്ച് പരസ്യ എതിർപ്പുകൾ ഉയർന്നു വന്നതോടെ പാർട്ടിയെയും സുധാകരനെയും തമ്മിൽ അകറ്റാൻ ചിലർ ഗൂഢാലോചന നടത്തുന്നുവെന്ന പരസ്യ പ്രതികരണവുമായി ജില്ലാ സെക്രട്ടറി R നാസറിന് തന്നെ രംഗത്ത് വരേണ്ടി വന്നു.
പിന്നാലെ സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ചയും നടത്തി. കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും G സുധാകരനെ സന്ദർശിച്ചിരുന്നു. ഇതിന്റെയൊക്കെ ബാക്കിപത്രമായി വേണം കരുതാൻ അമ്പലപ്പുഴ മണ്ഡലത്തിലെ തന്നെ നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് G സുധാകരനെ ഉൾപ്പെടുത്തിയുള്ള ചിത്രം വെച്ചുകൊണ്ടുള്ള പോസ്റ്റർ പൊതുമരാമത്ത് വകുപ്പ് ഇറക്കിയിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം. വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്ന തോട്ടപ്പള്ളി നാലുചിറ പാലത്തിന് 50 കോടിയും അതിലൂടെ കടന്നുപോകുന്ന കരുമാടി റോഡിന് 90 കോടിയുമായിരുന്നു കഴിഞ്ഞ സർക്കാർ അനുവദിച്ചത്. 75% നിർമ്മാണവും പൂർത്തീകരിച്ചിരുന്നു. പരിപാടിയിൽ ക്ഷണിച്ചില്ലെങ്കിൽ സുധാകരന് പ്രത്യേകം സ്വീകരണമൊരുക്കാൻ പ്രദേശവാസികൾ തയ്യാറെടുത്തിരുന്നു. അതിനിടയിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. നടൻ ദിലീപിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ ആൾ കസ്റ്റഡിയിൽ. മലപ്പുറം സ്വദേശി അഭിജിത്താണ് പിടിയിലായത്. രാത്രി 12 മണിയോടെയാണ് ഇയാൾ ആലുവ കൊട്ടാരക്കടവിലെ വീട്ടിൽ കയറിയത്. അഭിജിത്ത് മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മറ്റെല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ടാണ്. നാളെ വടക്കൻ കേരളത്തിൽ 4 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. 27-ന് ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ആൻഡമാൻ തീരത്തോട് ചേർന്ന് രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് നാളെ അതിതീവ്ര ന്യൂനമർദ്ദമായും 27 ചുഴലിക്കാറ്റായി മാറുമെന്നുമാണ് മുന്നറിയിപ്പ്. കനത്ത മഴയിൽ തെക്കൻ കേരളത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ. അരുവിക്കരയിൽ മണ്ണിടിച്ചിലിൽ വീട് തകർന്നു. നെയ്യാർ ഡാം തുറന്നു. വാമനപുരം നദിയിലും ജലനിരപ്പ് ഉയർന്നു. കനത്ത മഴയിൽ തിരുവനന്തപുരത്തെ മലയോര തീരമേഖലയിൽ വ്യാപക നാശമുണ്ടായി. അരുവിക്കര മുളേറ പ്രദേശത്ത് പുലർച്ചെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ വീട് തകർന്നു. കൃഷിയിടങ്ങൾക്കും സാരമായ നാശമുണ്ടായി. 200 മീറ്ററോളം ഭാഗമാണ് ഇടിഞ്ഞത്. ഇടിഞ്ഞു വീണ മണ്ണ് വട്ടത്തിങ്കര തോട്ടിലേക്ക് പതിച്ചു. പുലർച്ചെ 2-നും 4-നും ഇടയിലാണ് അപകടം. വീടിന്റെ അടിഭാഗത്തെ മണ്ണ് മുഴുവനായും ഒലിച്ചുപോയി. വർക്കലയിലും തീരദേശ മേഖലയിലും ഇടവിട്ട് ശക്തമായ മഴയാണ്. വാമനപുരം നദിയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിൽ ഉയർന്നിട്ടുണ്ട്. നദീതീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വർക്കല TS കനാൽ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. ശക്തമായ മഴയിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് കാരണം ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കണിയാപുരം മുതൽ വെട്ടുറോഡ് വരെയുള്ള ഭാഗത്താണ് പ്രധാനമായും ഗതാഗതക്കുരുക്ക് രൂക്ഷം. ജലനിരപ്പ് ഉയർന്നതോടെ നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. ആറിന്റെ കരയിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം MC റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വെമ്പായം പിരപ്പൻകോട് ക്ഷേത്രത്തിന് സമീപം നിന്ന് കുറ്റൻ മാവിന്റെ ശിഖരമാണ് റോഡിലേക്ക് ഒടിഞ്ഞു വീണത്. മരം വീണ് ഇലക്ട്രിക് പോസ്റ്റിലെ കമ്പികൾ പൊട്ടിയ നിലയിലാണ്. വാഹനങ്ങളോ കാൽനടയാത്രക്കാരോ ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. 1 മണിക്കൂറോളം MC റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പാലക്കാട് ക്ഷേത്ര ദർശനം നടത്തി തമിഴ് സിനിമാ താരം അജിത് കുമാറും ഭാര്യ ശാലിനിയും മകനും. പാലക്കാട് പെരുവെമ്പ് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് അജിത്തും കുടുംബവും ദർശനം നടത്തിയത്. ശാലിനി തന്നെയാണ് ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത്. അനുഗ്രഹപൂർണമായ ഒത്തുചേരലിന്റെ ദിവസം എന്ന കുറിപ്പോടെയായിരുന്നു ക്ഷേത്ര സന്നിധിയിൽ നിന്നുള്ള ചിത്രങ്ങൾ താരം പോസ്റ്റ് ചെയ്തത്. തുടർച്ചയായ ഛർദിലിനെ തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി മരണത്തിന് കീഴടങ്ങിയ അധ്യാപിക അശ്വതിയുടെ മരണത്തിൽ വിവാദങ്ങൾ തുടരുന്നു. യുവതിയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകും. സംഭവത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരാമർശിച്ചുകൊണ്ടുള്ള വീഡിയോ പോസ്റ്റാണ് ബന്ധുക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കൊല്ലം പുനലൂർ കോട്ടുവട്ടം നിരപ്പിൽ പുത്തൻ വീട്ടിൽ 34 വയസ്സുള്ള അശ്വതിയെ തിങ്കളാഴ്ച 3 മണിയോടെയാണ് ഛർദിൽ രോഗത്തെ തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിക്കുന്നത്. ഉച്ചഭക്ഷണം കഴിഞ്ഞാണ് അശ്വതി കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നതിനായി പോകുന്നത്. ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഛർദിൽ അനുഭവപ്പെട്ടു. കുട്ടികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ഭർത്താവ് ശ്രീഹരി എത്തി പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ സാധാരണ ഛർദിലാണെന്നും 1 മണിക്കൂറിനുള്ളിൽ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് ഡോക്ടർ ചികിത്സ ആരംഭിച്ചു. ഗ്ലൂക്കോസ് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സമയം അതിലേക്ക് ഒരു ഇഞ്ചക്ഷൻ നൽകിയതോടെ അശ്വതി അസ്വസ്ഥയാവുകയും ശരീരം ചൂടുപിടിക്കുന്നതായി പറഞ്ഞുവെന്നും ഭർത്താവ് ശ്രീഹരി പറയുന്നു. എത്ര വട്ടം അവരോട് പോയി പറഞ്ഞു, ഒന്ന് നോക്ക് ഡോക്ടറെ. അത് കഴിഞ്ഞ ആള്
ബ്ലഡ് എടുക്കാൻ നോക്കുന്നു, 3 നേഴ്സുമാർ മാറി മാറി ഇഷ്ടം പോലെ കുത്തി. എന്നിട്ട് ഇവർ നമുക്ക് കാണുമ്പോൾ അറിയാം ആളുടെ ബ്ലഡ് എന്തോ ഇതായി, ആ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴത്തേക്ക് എന്തോ കോളുമായി എന്നറിയാം. എന്നിട്ട് ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ വന്ന് ഇതിനെ ഒന്ന് കൊണ്ട് കയറ്റാനോ ICU കാശ് മരിച്ചിട്ട് ഇവരെന്തിനാ ICU കൊണ്ട് കയറ്റി. പെട്ടെന്ന് ശരീരം വിറയ്ക്കുകയും ചുണ്ടുകൾ നീലനിറത്തിലാവുകയും ചെയ്തു. ഈ സമയം ആശുപത്രി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആരോപണമുണ്ട്. അരമണിക്കൂറോളം കഴിഞ്ഞാണ് ഡോക്ടർ എത്തിയതെന്നും പിന്നീട് നടന്നതെല്ലാം നാടകീയമായിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു. ഈ അനാസ്ഥയ്ക്കുള്ള കാരണത്തിന് ആദ്യത്തെ വ്യക്തി ഈ സീനിയർ നേഴ്സാണ്. അദ്ദേഹത്തിന്റെ ചുമതലയിൽ പരിശോധന ചെയ്യേണ്ടതും ബ്ലഡ് എടുക്കേണ്ടതും പൾസ് ചെക്ക് ചെയ്യാൻ പറയാം, പൾസ് ചെക്ക് ചെയ്യാനുള്ളത് ചെക്ക് ചെയ്ത് നോക്കാനോ ചുണ്ട് കറുത്തിരുന്നിട്ട് അത് ഡോക്ടറെ അറിയിക്കാനോ അവർ ചെയ്തില്ല. അവർ ആ റൂമിൽ ഇല്ലായിരുന്നു. അവർ വേറെ എവിടുന്ന് ഓടി വന്നിട്ട് അവരും സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്തത്. മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അനുവാദം നൽകിയില്ലെന്നും ആരോപണമുണ്ട്. പിന്നീട് അശ്വതിയെ ICUവിലേക്ക് മാറ്റി. ഒടുവിൽ പോലീസ് എത്തിയാണ് ബന്ധുക്കളോട് അശ്വതി മരിച്ചെന്ന വിവരം അറിയിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഞങ്ങളെ കുട്ടിയെ റിക്കവർ ചെയ്യും, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. അത് പറ്റത്തില്ല, അവർ സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് കണ്ടീഷനിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ആൾക്കാർ വരുന്നത് ഈ കൊച്ചിയെ എടുത്ത് പൊക്കിയെടുത്ത് അപ്പുറത്തെ റൂമിനകത്ത് ഇരുന്ന് CPR കൊടുക്കാൻ പോകും. എന്നിട്ട് അവർ ഓക്സിജൻ കൊടുക്കാനോ ICU കൊണ്ടുപോകാനോ അവർ തയ്യാറില്ല. കാരണം ICUവിൽ ഡോക്ടറില്ല, ICUവിൽ അതിന്റെ വേണ്ടുന്ന ആൾക്കാരില്ല, ഒരു മനുഷ്യനോടില്ല. യുവതിയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. എന്നാൽ മരണകാരണം അശ്വതിയുടെ വയറ്റിൽ അടിഞ്ഞുകൂടിയിരുന്ന പഴുപ്പാണെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ആശുപത്രി സൂപ്രണ്ട് പ്രചാരണം നടത്തിയത്. തലകറക്കവും ഛർദിലും മാത്രമായിട്ടാണ് രോഗി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഡയഗ്നോസ് ചെയ്യാൻ വളരെ വളരെ പാടാണ്. ശരിക്കും ഗുരുതരമായ അസുഖം അത് 1-2 ദിവസം കൊണ്ടല്ല, കുറേ നാളായിട്ട് രോഗിക്ക് ഈ രോഗാവസ്ഥ ഉണ്ടായിരുന്നു. ഒന്നുകിൽ അറിയാതെ പോയി, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും മറ്റ് ജീവിത തിരക്കുകൾക്കിടയിൽ വൈദ്യസഹായം തേടാതെ പോയി. അതായിരിക്കാം രോഗം ഇത്രമാത്രം മൂർച്ഛിക്കാനുണ്ടായ കാരണം. സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 പുനലൂർ. ഒരു കുളം നവീകരണമാണ് മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദം. ഏറെക്കാലമായി ഉപയോഗശൂന്യമായി നാശോന്മുഖമായി കിടന്നിരുന്ന അൽപ്പാക്കുളം നവീകരണത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചതാണ് പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. 55 ലക്ഷം രൂപയാണ് കേന്ദ്രത്തിന്റെ PMKSY, അതായത് പ്രധാനമന്ത്രി കൃഷി സംചാൻ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്ങാടിപ്പുറം അൽപ്പാക്കുളം നവീകരണത്തിന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയത്. അങ്ങാടിപ്പുറം ഡിവിഷൻ അംഗം ഇടതുപക്ഷമായതുകൊണ്ട് CPM അനുഭാവികളും ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആയതുകൊണ്ട് UDFകാരും ബ്ലോക്ക് പഞ്ചായത്തിന് പണം അനുവദിച്ചത് കേന്ദ്രമായതുകൊണ്ട് BJPക്കാരും കുളത്തിനടുത്ത് ഫ്ലക്സുകൾ വച്ചു. എല്ലാവർക്കും പറയാൻ അവരുടേതായ ന്യായീകരണങ്ങളും വിശദീകരണങ്ങളുമുണ്ട്. പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ പങ്ക് പരാമർശിക്കുന്ന ഒരു വാക്കുപോലും ഉൾപ്പെടുത്താതെ ഇടത് വലത് മുന്നണികൾ ഫ്ലക്സ് വെച്ച സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കി മറ്റൊരു ഫ്ലക്സ് വെച്ചതെന്നാണ് വാർഡ് മെമ്പർ കൂടിയായ BJP ജില്ലാ ജനറൽ സെക്രട്ടറി B രതീഷ് പറയുന്നത്. കേന്ദ്രത്തിന്റെ ഒരു സഹായമുണ്ട് എന്നുള്ളത് പല വേദികളിലും ബ്ലോക്ക് പ്രസിഡന്റ് പ്രസംഗിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ സഹായം കൊണ്ടാണ് ഇത്തവണ ബ്ലോക്കിൽ ധാരാളം വികസനം കൊണ്ടുവരാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഒന്നും തന്നെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ആണെങ്കിൽ ഒരു തരത്തിലുള്ള വികസനവും കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പല വേദികളിൽ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലക്സ് വെക്കുന്നതിൽ യാതൊരു താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷെ ജനങ്ങൾ അറിയണമല്ലോ, ഇത്രയും ശതമാനം ഫണ്ട് കേന്ദ്രത്തിന്റെ ആണെന്ന് ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളതുകൊണ്ട് മാത്രമാണ് വെച്ചത്. എന്നാൽ ഇടതുപക്ഷത്തിന് അഭിവാദ്യം അർപ്പിച്ച് ദേവസ്വം ജീവനക്കാർ വെച്ച ഫ്ലക്സും UDF നേതൃത്വത്തെ അഭിനന്ദിച്ച് പൗരസമിതി വെച്ച ഫ്ലക്സുമല്ല, നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വെച്ച ഫ്ലക്സാണ് വിവാദമാകുന്നത് എന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ CPM അംഗം ദിലീപിന്റെ വിശദീകരണം. നന്ദി മോദിജി എന്ന് പറയുന്ന ബോർഡ് 13 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങാടിപ്പുറം ഡിവിഷനിലും പുഴക്കാട്ടിയും എല്ലാം തന്നെ ഈ ഫണ്ട് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചിട്ടുള്ളത്. ആ തുക ചെലവഴിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് മുമ്പിലൊന്നും തന്നെ നന്ദി മോദിജി എന്ന് പറയുന്ന ബോർഡുകൾ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അൽപ്പാക്കുളത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ളൊരു ബോർഡ് വരാനുള്ള കാരണം അത് രാഷ്ട്രീയ താല്പര്യമാണ്. അത് അനാവശ്യമായിരുന്നു, അത് ആവശ്യമില്ലാത്തതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിന് രാഷ്ട്രീയപരമായി മുന്നോട്ട് കൊണ്ടുപോകാതെ നാടിന് വരുന്നൊരു വികസനത്തെ എല്ലാവരും ഒരുമിച്ച് ഐക്യത്തോടു കൂടി ചെയ്തു തീർക്കുക, നാടിന് സമർപ്പിക്കുക എന്ന രീതിയിലേക്ക് പോകാമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ മുസ്ലിം ലീഗ് നേതാവായ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫയ്ക്ക് ഫ്ലക്സ് വിവാദത്തിൽ പറയാനുള്ളത് ഇതാണ്. ഈ പറഞ്ഞ മാമാങ്കം, അതായത് ഈ ഫ്ലക്സിൻ്റേതായിട്ടുള്ള വിവാദങ്ങളും മറ്റു കാര്യങ്ങളും നോക്കിക്കാണുമായിരുന്നു.
വാസ്തവത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി ഉദ്ഘാടനം വെക്കുന്നതിൻ്റെ തലേന്നോ അല്ലെങ്കിൽ പിന്നെ വളരെ നേരത്തെയോ ഫ്ലെക്സ് ഒരുക്കി വെച്ച് ആ വർക്ക് ഉദ്ഘാടനം കഴിഞ്ഞ അന്ന് രാത്രി മറ്റാരേക്കാളും മുമ്പേ എനിക്കത് ചെയ്യാമായിരുന്നു. അത് ഞാൻ ചെയ്യാത്തത് അത് ആ കുളത്തിനോടും അതുപോലെ തന്നെ ആ പ്രോജക്റ്റ് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യലായിരിക്കും എന്നതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് തൽക്കാലം മാറി നിന്നത്. നവീകരണം, സൗന്ദര്യവൽക്കരണം തുടങ്ങി 3 ഘട്ടങ്ങളിൽ ആയിട്ട് 1.5 കോടി രൂപയാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അൽപ്പാക്കുളം പുനരുദ്ധാരണത്തിന് ചെലവാക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഗുജറാത്തിന് നൽകിയതിന്റെ 1% ബീഹാറിന് നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യം പ്രധാനമന്ത്രിക്ക് നേരെ ഉന്നയിച്ച് മഹാഗഡ്ബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്. RJD ഭരണത്തിൽ വന്നാൽ ബീഹാറിൽ ജംഗൽ രാജാവും നടപ്പാവുകയെന്ന മോദിയുടെ ആരോപണത്തിനായിരുന്നു ഈ മറുപടി. ഗുജറാത്തിന് ലഭിച്ച വിഹിതവും ബീഹാറിന് ലഭിച്ച വിഹിതവും താരതമ്യപ്പെടുത്തിയായിരുന്നു ആരോപണം. അതിനിടെ RJDക്ക് തിരിച്ചടിയായി പാർട്ടി വനിതാ വിഭാഗം നേതാവ് പ്രതിമ കുശ്വാഹ BJPയിൽ ചേർന്നു. നരേന്ദ്രമോദിയുടെ പ്രചാരണത്തിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും പങ്കെടുക്കുന്ന മഹാറാലിയും സമ്മേളനവും നടത്താനുള്ള നീക്കത്തിലാണ് മഹാഗഡ്ബന്ധൻ. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ചേരുന്നു. കിരൺ, അകത്തുള്ള വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം മഹാഗഡ്ബന്ധൻ വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് കടക്കുന്നു. ആരാണ് അപ്പുറത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നുള്ള പരിഹാസവും നടത്തുന്നു. ഏത് രീതിയിലൊക്കെയാണ് വാക്പോര് കണക്കുന്നത് ഈ സമയത്ത്? അപർണ, ബീഹാറിൽ രാഷ്ട്രീയ രംഗം സജീവമായി കഴിഞ്ഞു. ഇരുഭാഗവും ആരോപണ പ്രത്യാരോപണങ്ങളാൽ നിറയുകയാണ്. BJP പ്രധാനമായും RJDക്ക് നേരെ ഉന്നയിക്കുന്ന ആരോപണം. പ്രധാനമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം വന്ന യോഗങ്ങളെല്ലാം പ്രധാനമായും ഉന്നയിച്ചത് ബീഹാറിൽ RJD വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ ജംഗിൾ രാജായിരിക്കും നടപ്പാവുക, അവിടെ വികസനം ഉണ്ടാവുകയില്ല. ഒരു കാരണവശാലും RJDക്ക് വികസനം എന്ന അജണ്ടയില്ല. അവർക്ക് ഗുണ്ടാരാജിൻ്റെയും ജംഗിൾ രാജിൻ്റെയും അജണ്ട മാത്രമേ ഉള്ളൂ. ആ തരത്തിലേക്കുള്ള ആരോപണമാണ് പ്രധാനമായും ഉന്നയിച്ചത്. മറുപടിയായി ഇന്നിപ്പോൾ തേജസ്വി യാദവ് തിരിച്ചു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബീഹാറിൽ വന്ന് ബീഹാറിലെ ജനങ്ങളെ ആകെ അപമാനിക്കുന്ന രീതിയിലാണ് പ്രസംഗിച്ചത് പ്രധാനമന്ത്രി. ഗുജറാത്തിന് പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി ഗുജറാത്തിന് നൽകിയതിൻ്റെ 1% വിഹിതം ബീഹാറിന് നൽകിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉന്നയിക്കുന്നു. ബീഹാറിന് നൽകിയ പദ്ധതികളുടെയും അതോടൊപ്പം തന്നെ ഗുജറാത്തിന് നൽകിയ പദ്ധതികളുടെയും വിഹിതങ്ങൾ തമ്മിലുള്ള താരതമ്യപ്പെടുത്തൽ കൂടി ഈ ചർച്ചയാക്കാൻ കൂടിയാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം മഹാഗഡ്ബന്ധൻ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, മഹാഗഡ്ബന്ധൻ ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്, മുഖ്യമന്ത്രി ആരാവും എന്നത് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് തേജസ്വി യാദവാണ്. എന്നാൽ NDA ജയിച്ചാൽ ആരാവും മുഖ്യമന്ത്രി എന്നത് ഇപ്പോഴും പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA വലിയ വിജയം നേടും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് NDA ജയിച്ചാൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കാൻ BJP ഇപ്പോഴും തയ്യാറായിട്ടില്ല. നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയുള്ള നീക്കമാണ് നടത്തുന്നത്. പ്രധാനമായും നിതീഷ് കുമാറിന് വലിയ സ്വാധീനമുള്ള പിന്നോക്ക OBC വിഭാഗത്തിലെയും പിന്നോക്ക ദളിത് വിഭാഗത്തിലെയും വോട്ട് ബാങ്കുകൾക്കിടയിലേക്ക് കടന്നു കയറാനും നിതീഷ് കുമാറിനെ ഇത്തവണ എന്തായാലും BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കില്ല, അപ്പർ കാസ്റ്റിൽ നിന്നാവും BJPയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി ആവുക എന്നുള്ള പ്രചരണത്തിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനെന്തായാലും കൃത്യമായ മറുപടി ഇപ്പോഴും BJP നൽകിയിട്ടില്ല. ഈ നരേന്ദ്രമോദിയുടെ പ്രചരണത്തിന് മറുപടിയായി രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന മഹാറാലികളും അതോടൊപ്പം തന്നെ മഹാസമ്മേളനങ്ങളും വരും ദിവസങ്ങളിൽ നടത്താനുള്ള ആലോചനയിൽ കൂടിയാണ് നിൽക്കുന്നത്. എന്തായാലും അതിനിടയിൽ തന്നെ ഇരു മുന്നണികളിൽ നിന്നും പ്രധാനപ്പെട്ട പല നേതാക്കളും സെക്കൻഡ് ലെയറിൽ നിൽക്കുന്ന പല നേതാക്കളും BJPയിൽ നിന്ന് RJDയിൽ നിന്ന് BJPയിലേക്കും ഒക്കെ പോകുന്നുണ്ട്. ആ തരത്തിലേക്കുള്ള പാർട്ടി സ്ഥാനാർത്ഥി ലഭിക്കാത്തതിനെ തുടർന്നുള്ള കൂറുമാറ്റങ്ങൾ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയുമാണ്. റൈറ്റ്, കിരൺ ബാബു വിവരങ്ങൾ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിന്റെ ജൈത്രയാത്ര തുടർന്നു. 150 സ്വർണ്ണ മെഡലും 1350 പോയിന്റും കഴിഞ്ഞ് കുതിപ്പ് തുടരുകയാണ്. രണ്ടാം സ്ഥാനത്തുള്ള തൃശൂർ 600 പോയിന്റുകൾ കടന്നു. അത്ലറ്റിക്സിൽ പാലക്കാടും മലപ്പുറവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 200 മീറ്റർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് വൈകിട്ട് 5 മണി മുതൽ നടക്കും. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായി തുടരുകയാണ്. ഹരികൃഷ്ണൻ ചേരുന്നു. ഹരി, മഴ ഒരാശങ്കയായി നിൽക്കുന്ന ഒരു സാഹചര്യം, അതിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന ജില്ലകളുടെ മത്സരം ഒരു വശത്ത്. തിരുവനന്തപുരത്തിന് തൽക്കാലം എതിരാളികളില്ല 1ാം സ്ഥാനത്തേക്ക് എന്നുകൂടിയാണോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വലിയ മഹാത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ തിരുവനന്തപുരം തന്നെ ഇത്തവണത്തെ ഓവറോൾ ചാമ്പ്യന്മാരാകും. അതിനകത്ത് യാതൊരുവിധ തർക്കങ്ങളും ഇല്ല. കഴിഞ്ഞ തവണ എറണാകുളത്ത് വെച്ച് നടന്നതുപോലെ തന്നെ ഇത്തവണയും തിരുവനന്തപുരം തന്നെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് 117.5 പവന്റെ സ്വർണ്ണ കപ്പ് തിരുവനന്തപുരത്തിന്റെ കൈകളിൽ തന്നെ എത്തും എന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരുവിധ തർക്കങ്ങളുമില്ല എന്ന് തന്നെ പറയാം. 1400 പോയിന്റുകളിലേക്ക് തിരുവനന്തപുരം അടുക്കുകയാണ്. 1ാം സ്ഥാനം അങ്ങനെ ശക്തമായി തന്നെ രീതിയിൽ തുടരുകയാണ് തിരുവനന്തപുരം. 2ാം സ്ഥാനത്തുള്ള തൃശൂർ ആവട്ടെ 638 പോയിന്റുകളേ ഉള്ളൂ, ബഹുദൂരം പിന്നിലാണ്. എന്നാൽ
എന്നാൽ നമ്മൾ അത്ലറ്റിക്സിലേക്ക് വരുമ്പോൾ പാലക്കാട് മലപ്പുറം തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. പാലക്കാട് 13 സ്വർണ്ണമായും മലപ്പുറം 9 സ്വർണ്ണവുമായിട്ട് നിൽക്കുകയാണ്. ഇനി 56 ഐറ്റങ്ങളാണ് അത്ലറ്റിക്സിൽ ബാക്കിയുള്ളത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ഇവന്റ് എന്ന് പറയുന്നത് 200 മീറ്റർ ഫൈനലുകളാണ്. അത് എല്ലാ വിഭാഗത്തിലും ജൂനിയർ ബോയ്സ്, ജൂനിയർ ഗേൾസ്, സീനിയർ ബോയ്സ്, സീനിയർ ഗേൾസ് അങ്ങനെ എല്ലാ വിഭാഗത്തിലും ഇന്ന് 200 മീറ്റർ മത്സരങ്ങൾ നടക്കും. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ നമ്മൾ കണ്ടതാണ് കാലാവസ്ഥ വളരെയധികം മോശമായിരുന്നു. ട്രാക്കുകൾ ഉൾപ്പെടെ നനഞ്ഞ രീതിയിലാണ് മാറിയിരുന്നത്. ഇന്ന് പകലും അതേ സിറ്റുവേഷനിലാണ് നിന്നത്. എന്നാൽ പെട്ടെന്നായിരുന്നു ഈ വെയിൽ വന്നത്. കഴിഞ്ഞ ഒരു അരമണിക്കൂറോളം ശക്തമായ വെയിൽ കാണാം. പക്ഷേ ഈ കാലാവസ്ഥാ വ്യതിയാനം അത് കളിക്കാരെ, കായിക പ്രേമികൾ, കായിക നടത്തുന്നവർക്ക് തന്നെ പ്രത്യേകിച്ച് ഇവർക്ക് വലിയ രീതിയിൽ ആശങ്കയാവുന്നുണ്ട് ഈ ക്ലൈമറ്റ് സിറ്റുവേഷൻ എന്നൊക്കെ തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇപ്പോൾ നല്ല വെയിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം വൈകുന്നേരം നടക്കുന്നത് 200 മീറ്റർ ആണ്. അതോടൊപ്പം തന്നെ ഇന്ന് നടന്നത് സെഫാനിയ നെട്ടു, നമ്മളെ ഏവരെ ഞെട്ടിച്ചുകൊണ്ട് ഐഡിയൽ കടകശ്ശേരി ഇന്ന് പോൾ വോൾട്ടിന്റെ ജൂനിയേഴ്സിൽ ഗോൾഡ് മെഡൽ നേടുമെന്ന് കരുതിയിരുന്നെങ്കിൽ അത് ഞെട്ടിച്ചുകൊണ്ടാണ് സെഫാനിയ നെട്ടു ഗോൾഡ് മെഡൽ സ്വന്തമാക്കുന്നത്. മാർബേസിൽ കോതമംഗലം എറണാകുളത്തിനാണ് പോൾ വോൾട്ട് ജൂനിയേഴ്സിന് സ്വർണ്ണ മെഡൽ നേടുന്നത്. രണ്ടാം സ്ഥാനത്ത് അമിത് ചിത്ര ഐഡിയൽ കടകശ്ശേരിക്ക് വെള്ളി കൊണ്ട് സംതൃപ്തി അടയേണ്ടി വന്നു. അതാണ് ജൂനിയർ പോൾ വോൾട്ട് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇന്നുണ്ടായ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് എന്ന് പറയേണ്ടി വരും. അതാണ് ഇന്ന് പകൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം എല്ലാവരും ഉറ്റുനോക്കുന്ന ഇന്നത്തെ ഗ്ലാമർ പോരാട്ടം 200 മീറ്റർ തന്നെയാണ്. അത്ലറ്റിക്സിൽ പാലക്കാടിന് മലപ്പുറം തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. അത് ഇന്ന് കൂടുതൽ കരുത്തേകും. പാലക്കാട് ഇന്ന് കൂടി ശക്തമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ തന്നെ അവർക്ക് ഇന്ന് നേടാൻ സാധിച്ചാൽ പാലക്കാടിന് ഒരു വിധത്തിൽ അത്ലറ്റിക്സ് പിടിക്കാം. അക്വാട്ടിക്സ്, അതായത് നീന്തൽ മത്സരങ്ങളിൽ തിരുവനന്തപുരം ബഹുദൂരം മുന്നിലാണ്. അത് തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും നട്ടല്. എല്ലാ വർഷങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ മാറ്റമൊന്നുമില്ല. തിരുവനന്തപുരം അക്വാട്ടിക്സിൽ നീന്തൽ കുളത്തിൽ രാജാക്കന്മാരായിട്ട് തന്നെ നിൽക്കുന്നു. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഏകദേശം തിരുവനന്തപുരം സ്വന്തമാക്കുന്ന നേട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഹരികൃഷ്ണൻ വിവരങ്ങൾ പൂർണ്ണമാകേണ്ട പകൽ വാർത്ത ഇടവേളയ്ക്ക് ശേഷം